ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാനും ദൈവത്തിന്റെ ആലോചനകൾ കേൾപ്പാനും കർത്താവ് നൽകുന്ന നല്ല വിലപ്പെട്ട അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. അവിടെയിടങ്ങളിൽ നമ്മെ കർത്താവ് ഭദ്രമായി പരിപാലിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഓരോ ദിവസവും ദാനം ചെയ്ത് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തു എന്നുള്ളതാണ് ആമേൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആമേൻ രണ്ട് കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഉണർന്നിരിപ്പീൻ. രണ്ട്, ഒരുങ്ങിയിരിപ്പീൻ എന്നാണ്. സ്തോത്രം. ഏത് സുവിശേഷ മഹായോഗത്തിന്റെയും അവൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജനത്തെ ഒരുക്കുക, ഉണർന്നിരിപ്പാൻ അവരെ ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ 10 കന്യകമാരിൽ 5 പേരും ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാത്രിയിൽ നാം ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർന്നിരുന്ന് കർത്താവിന്റെ കാഹളം നിൽക്കുമ്പോൾ അവരോടൊപ്പം എടുക്കപ്പെടണം. അതിന് കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്ത കർത്താവിന്റെ ദാസി ആമേ റീന ജിജിയാണ് ഇന്ന് രാത്രി നമ്മെ ശുശ്രൂഷിക്കുന്നത്. പ്രിയ ആന്റിയാണ് പ്രിയ ആന്റിയെ പരിചയപ്പെടുത്തിയത്. ആമേ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കർത്തദാസി ശുശ്രൂഷിച്ചിരുന്നു. ആത്മനിയോഗത്തോടെ, വചന വെളിപ്പാടോടെ, ദൈവകൃപയോടെ കർത്തദാസി ആമേ വചനത്തിൽ നിന്ന് ആത്മാനിയോഗം പോലെ ദൂതുകളായി ഒക്കെ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവിന്റെ ദാസിയെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കഴിവുള്ളിടത്തോളം ആമേ വീഡിയോ ഓണാക്കിയിരുന്നാൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾ വ്യക്തിപരമായി പ്രത്യക്ഷമായിട്ട് ആമേ കർത്താവിനെ അറിയിക്കാനും കഴിയുന്നതാണ്. ആകയാൽ ആ നിലയിൽ എല്ലാവരും വീഡിയോയിൽ കടന്നു വരാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ കർത്താവ് സൂക്ഷിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കാനും അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കാമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഇവിടെ രാത്രികാലം ദൈവത്തിന്റെ പാദപീഠത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് എന്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സാബുകളിനും പ്രിയ ആന്റിക്കും ആമേൻ, പ്രത്യേകിച്ച് ഇതിലായിരിക്കുന്ന പ്രിയ ജോസ് പാസ്റ്ററിനും ഇതിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. പ്രിയ സാബുകളിനും ആന്റിയുമാണ് എന്നെ ഈ മീറ്റിംഗിലേക്ക് നേരത്തെ ക്ഷണിച്ചത്. എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വൻകൃപയോർത്ത് എന്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾക്കായിരിക്കാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രികാലം നമുക്കായിരിക്കാം. ആമേൻ. സ്തോത്രം. കർത്തൃദാസൻ പറഞ്ഞതുപോലെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആമേൻ, നമ്മൾ ഒന്നും കൂടി ഒരുങ്ങപ്പെടുവാൻ, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഒന്നും കൂടി സമർപ്പിച്ചു കൊടുക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ പിന്നെയും നമ്മൾക്ക് ഇടയാക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇതൊന്നും കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം സ്തോത്രം, നമ്മൾ ആമേൻ പുറപ്പാട് തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. യുദ്ധങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അന്നും യുദ്ധത്തിൽ ആമേൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം പല കാര്യങ്ങളും ദൈവം നടത്തി. ആമേൻ. സ്തോത്രം. യുദ്ധങ്ങൾ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആമേൻ സ്തോത്രം, ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കനാനിൽ അന്ന് യുദ്ധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആമേൻ. സ്തോത്രം. യുദ്ധം ചെയ്യുവാൻ, യുദ്ധ അഭ്യാസം നടത്തുവാൻ, അവരെ ആമേൻ തികഞ്ഞവരായി മാറ്റുവാൻ തക്കവണ്ണം ദൈവം ജാതികളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം പറയട്ടെ, ആമേൻ ചില പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മളെ ഒന്നും കൂടെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മളെ ഒന്നും കൂടെ ദൈവത്തിന് പണിഞ്ഞെടുക്കുവാൻ തക്കവണ്ണം പലവിധ പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ ഇന്നും യുദ്ധമുണ്ട്. ഇന്നത്തെ യുദ്ധം ആമേൻ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് മാനുഷികമാകുന്ന വ്യക്തികളോടല്ല, ആമേൻ മറഞ്ഞു കിടക്കുന്ന പൈശാചിക മേഖലകളോട് നമ്മൾ യുദ്ധം ചെയ്താണ് ദിനംതോറും നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ സ്തോത്രം. 2026 ഈ മാസം, ഈ ദിവസം വരെ നാം എത്തിയത് നാം യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ്. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ, നമ്മുടെ യുദ്ധം തീർന്നിട്ടില്ല. ആമേൻ സ്തോത്രം. നമ്മുടെ ആമേൻ കർത്താവിന്റെ വരവ് വരെയും, ഒന്നില്ലെങ്കിൽ നമ്മുടെ മരണം വരെയും ഈ യുദ്ധം മുൻപിലുണ്ട്. ഇതിനെ നാം അതിജീവിക്കുന്നവരാകണം, ഇതിനെ നാം ജയിക്കുന്നവരാകണം. ആമേൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തോൽക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം
പറഞ്ഞിട്ടില്ല. കാരണം നാം ജയിച്ച് മുന്നേറുന്നവരായി തീരണം. ആമേ സ്തോത്രം. ഇന്ന് രാത്രികാലം അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. ആമേ സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. ആമേൻ സ്തോത്രം. അതിന്റെ 35-ാമത്തെ വാക്യം, 35, 36. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചു പോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഒരു വേദഭാഗം എടുത്ത് ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് പെട്ടെന്ന് ഈ മാർക്കോസ് 5-ാം അധ്യായം ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായി. എന്നോട് ഇങ്ങനെ ഒരു ശബ്ദം കേൾപ്പിക്കുവാനിടയായി. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. കർത്താവ് ഇന്ന് രാത്രി ആമേൻ ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് ദൈവാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, യേശു ആ വാക്ക് കാര്യമാക്കാതെ പറയുകയാണ് പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം നമ്മൾ പല വാക്കുകൾ കാര്യമായി എടുക്കുന്നവരാ. ആമേ സ്തോത്രം. പല വാക്കുകളെയും നമ്മൾ അതികാര്യമായി എടുത്തിട്ട് അതിനെ മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. ചില വാക്കുകളൊന്നും നാം കാര്യമാക്കണ്ട, ചില കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമായി നാം എടുക്കണ്ട, ചില വിഷയങ്ങളൊന്നും വലുതായി നാം കാണണ്ട. ഇന്ന് രാത്രി നമ്മളോട് കർത്താവ് പറയാ, ദൈവം നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിന് വളരെ പ്രാധാന്യം കൊടുക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്ന തന്റെ ജനത്തോട് ദൈവാത്മാവ് ആലോചന പറയുക. ദൈവം എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന് നാം മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ ഇതുവരെ നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവീക വിടുതലുകൾ സംഭവിക്കുവാൻ ഇടയായിത്തീരും. പക്ഷെ നാം പലപ്പോഴും ആമേൻ ഒരു വ്യക്തി പറഞ്ഞ വാക്കിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞ വാക്കിനോ അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകൾക്കൊക്കെ നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാ. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് പറയാ, ആ വാക്ക് നീ കാര്യമാക്കണ്ട. കാരണം നമ്മളെ വിളിച്ചത് ആരാണെന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ചില പ്രശ്നങ്ങളെ നീ അതിജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങളെ നാം പുറകിലോട്ട് എടുത്ത് കളയണം. ആമേ സ്തോത്രം. ചില വ്യക്തികളുടെ മുഖഭാവങ്ങളെ നാം എടുത്തു മാറ്റണം. ചില കാര്യാലോചനകളെ നാം ഒന്നുമല്ലാത്തതുപോലെ കാണാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ആമേ നമുക്ക് മുന്നോട്ട് ചില സ്റ്റെപ്പുകൾ വെക്കാൻ കഴിയും. എന്നാൽ വാക്കുകളെ കാര്യമായി കയറി പിടിച്ചാൽ അതിനകത്ത് നമുക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ പലവിധമായ ആമേ സംഘർഷങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന് നമ്മളെ തളർത്തി കളയുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, ആമേ ചിലരോട് പറയുന്നു, ചില വാക്കുകൾ നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട്, ചില വിഷയങ്ങൾ നിങ്ങളെ വന്ന് കയറി പിടിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആമേൻ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി നീ ഉപവസിച്ചിട്ട് കാര്യമില്ല, ഇനി ദൈവത്തോട് പറ്റിയിരുന്നിട്ട് കാര്യമില്ല. ആമേ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഈ ആലോചനകളെ നാം പുറകോട്ട് തള്ളിയിട്ട് ഇന്ന് രാത്രി അതിനെ നോക്കിയിട്ട് നമുക്കൊന്ന് പറയാൻ കഴിയുമോ, യേശുവേ അങ്ങ് പറഞ്ഞ വാക്കിൽ ഞാൻ ഇതാ കടന്നു വരികയാ, എന്റെ അപ്പച്ചൻ പറഞ്ഞ വാക്ക് ഞാൻ മുറുകെ പിടിക്കുകയാ. ആമേ സ്തോത്രം. മുൻപിൽ ആമേൻ ആമേൻ വാക്കുകൾക്ക് മുൻപിൽ യാതൊരു പ്രതീക്ഷകളുമില്ല. ആമേൻ, ഒന്നും കാണാൻ
കഴിയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരോടൊക്കെ പറയുന്നു, ആമേ സ്തോത്രം, അതൊന്നും മാറ്റിവെച്ചിട്ട് ദൈവം പറഞ്ഞ് ഈ വാക്കൊന്ന് കേൾക്കാമോ? ഭയപ്പെടേണ്ട. 365 ആമേൻ പ്രാവശ്യവും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. കാരണം ഈ കാലഘട്ടത്തിൽ ഭയപ്പെടുത്തുന്നത് പോലെയുള്ള വിഷയങ്ങൾ കണ്ണിന്റെ മുൻപിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് പറയാൻ ഒന്ന് കഴിയും, ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എനിക്കൊന്നറിയാം, എന്റെ കർത്താവ് എന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ കടന്നു പോകുന്ന മേഖലകൾ ഏത് തന്നെ ആയാലും അതിനകത്ത് വീഴാതെ വേണം നിർത്തുവാൻ, താങ്ങി നടത്തുവാൻ ആമേൻ ഒരു നല്ല ഇടയനായ കർത്താവ് എന്റെ കൈക്ക് പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ടെന്ന് ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന അറിയിക്കുക. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ അകത്ത് തീയുള്ള വിഷയം കിടക്കുമ്പോഴും ഒരു വ്യക്തി ഭാരത്തിൽ ഇരിക്കുന്നവരെ നോക്കി നമുക്ക് പറയാൻ കഴിയണം, ഭയപ്പെടേണ്ട. സ്തോത്രം, കരുതി നടത്തുന്നവൻ കൂടെ ഇരിക്കുമെന്ന് ഇന്ന് രാത്രി പറയാൻ കഴിയണമെങ്കിൽ അകത്തൊരാത്മാവുമായി ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആന്റി പ്രാർത്ഥിച്ചിട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം സ്തോത്രം, കടന്നു പോകേണ്ട വിസയുടെ പേപ്പറുകളെല്ലാം ഒരു സ്പോൺസർ ലെറ്റർ അയച്ചു കൊടുക്കുവാൻ ഒരു വ്യക്തി, അവരുടെ കുടുംബത്തിൽ ഒരു വ്യക്തി വിസമ്മതിച്ചത് നിമിത്തം അവർക്ക് തക്ക സമയത്ത് അവിടെ കടന്നു പോകാൻ കഴിയാതെ വണ്ണമായിരിക്കുമ്പോൾ സ്തോത്രം, മകൾ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് പോയി. പലരും പറഞ്ഞു ഈ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. താൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല, വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ എന്നോട് വിളിച്ചിട്ട് പറയാ, ഇനി അമ്മാമ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ടണ്ട. സ്തോത്രം, എന്റെ വിഷയം നടക്കത്തില്ല. ഞാൻ ചോദിച്ചു, ഈ ഒരു വിഷയത്തിന് മാത്രമാണോ ഈ ദൈവത്തെ സ്നേഹിക്കുന്നത്? ഈ ഒരു കാര്യത്തിന് മാത്രമാണോ ദൈവത്തെ തേടിയത്? സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ ആ വ്യക്തിയോട്, ആ മകളോട് പറഞ്ഞു, സ്തോത്രം, ഇവിടം വരെ നടത്തിയ ദൈവം ആരാണെന്ന് ഒന്ന് തിരിഞ്ഞു പുറകിലോട്ട് നോക്കി ചിന്തിച്ചാൽ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്ന് എങ്ങനെ പറയാൻ കഴിയും? സ്തോത്രം, ഇന്ന് രാത്രി പറയട്ടെ, ആ മകൾ ഇന്ന് ഇവിടെ തിങ്കളാഴ്ച ഇവിടുത്തെ പ്രയറിന് കടന്നു വന്നു. ഞങ്ങൾ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. സ്തോത്രം, ദൈവാത്മാവ് വേറൊരു ഞങ്ങളുടെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ ആ മകൾ കരയാൻ തുടങ്ങി. മാത്രമല്ല പരിശുദ്ധാത്മാവ് കൃത്യമായും ആ മകളെ തൊടാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ആ മകള് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്യഭാഷയിൽ ആത്മാവിൽ താൻ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് ആശ്ചര്യം തോന്നിപ്പോയി. പരിശുദ്ധാത്മാവ്, ഞാൻ പറയട്ടെ, തകർന്നിരിക്കുമ്പോൾ, നുറുങ്ങിയിരിക്കുമ്പോൾ, വേദനപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്പർശിക്കുന്ന സ്പർശനം അത് ഭയങ്കരമായിരിക്കും. ഇന്ന് രാത്രി ഞാൻ ആ മീറ്റിങ്ങിനകത്തിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, പകൽക്കാലം കർത്താവേ, ആ മകള് തകർന്നു വന്നത് കണ്ടിട്ട് ആ മകളെ ബലപ്പെടുത്തുവാൻ, അതിനെ നിൽക്കണമെങ്കിൽ ഈ ആത്മാവിന്റെ സാന്നിധ്യം അതിന് അത്യാവശ്യമാണെന്ന് എന്റെ കർത്താവ് അറിഞ്ഞിട്ട് അടകൽ ഘടകരഹസ്യ ആത്മാവിന്റെ ശക്തി ആ മകളിലേക്ക് പകർന്നു കൊടുക്കുവാനിടയായി. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഞാനും നിങ്ങളും ഏതവസ്ഥയിലാണ് ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്നതെന്ന് കാണുന്ന ഒരു കർത്താവ് പറയാ, അടുത്ത സെക്കൻഡ് പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് പറയുന്നു, പലപ്പോഴും നമ്മുടെ വിടുതലല്ല ദൈവം നമുക്ക് തരാൻ പോകുന്നത്, മറിച്ച് അപ്പുറത്തേക്ക് ഒരു കൃപയുടെ ആ ശക്തി നമ്മളിൽ പകർന്നു. ഒരു വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് പകർന്നു, ഒരാത്മാവിന്റെ സ്പർശനം ഇന്ന് രാത്രി നമ്മളിലേക്ക് പകർന്നു. കർത്താവ് ചില മേഖലകളിൽ നമ്മളെ പിടിച്ചു നിർത്തുവാൻ പോകുന്നെന്ന് ചിലരോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുക. മുറിവേറ്റിരിക്കുന്നത്, ചതഞ്ഞിരിക്കുന്നത്, നുറുങ്ങിയിരിക്കുന്നത്, തകർന്നിരിക്കുന്നത്, മരണത്തെ മുഖാമുഖം നോക്കുന്നത് പോലെ കണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ചിലരെ നോക്കി ആത്മാവിന്റെ രാത്രി വിളിച്ചു പറയുകയാ, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കാൻ മാത്രം ചെയ്യ.
ദീകൾ കടകരക ചുരാതകന അന്തരെ വൈഡമനിയ ആസ്തന വൈഡമനിയ. ഈ ആത്മാവിന്റെ ശക്തി ആ മകളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ നിരാശ മാറി, ഭാരം മാറി, ആ മുഖത്ത് ഭയങ്കര തേജസ് വന്നു. അവൾക്ക് ഇന്ന് പിന്നെ പരാതിയേ ഇല്ല. ആമേ സന്തോഷത്തോടെ യാത്ര പോകുവാനിടയായി. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, ചിലരെ ഇന്ന് ദൈവം ഇതിനകത്ത് തൊടും, ചിലരെ ദൈവ സാന്നിധ്യം ഇന്ന് സ്പർശിക്കും. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന മുറിവിനെ ദൈവം തൊടും. എന്നോട് പരിശുദ്ധാത്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് തകർന്നിരിക്കുന്ന ചിലതുണ്ട്, നുറുങ്ങിയിരിക്കുന്ന ചിലതുണ്ട്. പുറമെ കാണുമ്പോൾ ഒന്നും കുഴപ്പമില്ല, പക്ഷെ അകത്തളത്തിലൂടെ കടന്നു പോകുന്ന ചില നീറ്റലുകൾ, അകത്തളത്തിലൂടെ അനുഭവിക്കുന്ന ചില വേദനകൾ, നവോബി പറഞ്ഞതുപോലെ ഞാൻ മാറയാണെന്ന് പറയുന്ന ചിലര്, ദൈവാത്മാവ് പറയുന്നു മാറയാണെന്ന് പറയുന്ന ചിലരെ ആത്മാവിന്ന് രാത്രി കാണുക. പക്ഷെ കർത്താവിന്ന് രാത്രി വിളിച്ചു പറയുകയാ, നിന്റെ മാറയ്ക്കകത്ത് നിന്നെ തൊടുന്ന ഒരുവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് വെറുതെ ഇതിനകത്ത് ഇറങ്ങരുത്. എന്റെ കർത്താവിനെ സ്പർശിച്ചെന്ന് പറഞ്ഞു മാത്രം ഇന്ന് രാത്രി ഇറങ്ങാൻ തയ്യാറാകുക. കർത്താവ് ചിലരുടെ ശരീരത്തെ തൊടും, ചിലരുടെ മനസ്സിനെ തൊടും, ചിലരുടെ തലമുറകളെ തൊടും, ചിലരുടെ അടഞ്ഞ വഴികളെ തൊടും, ചിലരുടെ ജീവിതത്തിന്റെ മേൽ നഷ്ടപ്പെട്ട പലതിലേക്കും ചിലരെ കൈപിടിച്ച് നടത്തും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? ആര് പ്രസംഗിക്കുന്നു എന്നല്ല, പ്രസംഗിക്കപ്പെടുന്ന വചനത്തിന് പ്രസക്തിയുണ്ട്. അത് എഴുതിയത് ജീവനുള്ള ദൈവമാണ്. അതിനകത്ത് ശ്വാസം, ജീവന്റെ ശ്വാസമാണ്. ആമേൻ ആമേൻ ആവസിക്കുന്നത്. ഇത് ചെല്ലുന്നിടത്ത്, കയറുന്നിടത്ത് ജീവൻ വ്യാപരിക്കും. അതിരതകൾ കടക സന്തരെ വൈഡമനിയ. ഇന്ന് രാത്രികാലം പ്രിയതേ മക്കളെ, നമുക്കറിയാം ഈ ഭാഗം എന്തുവാണെന്ന്. ഈ 5-ാം അധ്യായം ആരംഭം കുറിക്കുന്നത് തൊട്ട് 3 സംഭവങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തത്, യേശു ഗദരദേശത്ത് ആമേൻ ആമേൻ എത്തിയപ്പോൾ അവനെ എതിരേറ്റത് കല്ലറകളിൽ കിടക്കുന്ന ദുരാത്മാവ് വ്യാപരിച്ച ഒരു മനുഷ്യനാണ് അവനെ എതിരേറ്റു വന്നത്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല, ആർക്കും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ആമേ സ്തോത്രം. ഒരു തരത്തിൽ ഈ പ്രശ്നം ഒതുങ്ങുമെന്ന് ചിന്തിച്ചാൽ ഒതുങ്ങാനുള്ള ചാൻസ് ഇല്ല. ആമേ സ്തോത്രം. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം മാനുഷികമാകുന്ന നിലയിൽ കാണാൻ ഒക്കുന്നില്ല. ഈ പറയുന്നതെല്ലാം ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോടുള്ള ദൂത. ഒരു തരത്തിലും ആമേ സ്തോത്രം ഒരു പരിഹാരവുമില്ല. ആമേ സ്തോത്രം. ആർക്കും അടക്കാൻ കഴിയുന്നില്ല, ആർക്കും ഒതുക്കാൻ കഴിയുന്നില്ല. ആമേ സ്തോത്രം. ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ യേശു ഗദരദേശത്ത് കടൽക്കരയിൽ അവിടെ ഇറങ്ങി. ആമേ സ്തോത്രം. ഇന്ന് രാത്രി പറയുക, ദൈവാത്മാവ് ചിലയിടത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുക. ഒതുക്കാൻ കഴിയാത്തതിനെ, ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടതിന്, ഉറമന ബൗഡമന ശത്രു ബുദ്ധിമണ്ഡലങ്ങളെ മറച്ചിട്ടിരിക്കുന്നതിന്, ശരീരത്തെ ഇഞ്ചിഞ്ചായി തെണ്ണിപ്പിക്കുന്നതിന്, പിശാച് അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന മേഖലകളെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ പറയുന്നു, ഈ ദൂത നിങ്ങളോടല്ലെങ്കിൽ പോലും നിങ്ങൾ ഇരിക്കുന്ന ദേശത്തോട്, നിങ്ങൾ ഇരിക്കുന്ന ചുറ്റുപാടുകളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഉടമന ദേശത്തെ അടക്കി വാഴുന്ന, ആമെ കുടുംബങ്ങളെ അടക്കി വാഴുന്ന, തലമുറകളെ അടക്കി വാഴുന്ന ശത്രുവിന്റെ ചില ബന്ധനത്തിന്റെ ശക്തികളെ അഴിക്കുവാൻ യേശു അവിടേക്ക് ഇറങ്ങി. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് യേശു വന്നത് വെറുതെയല്ല. യേശു ഇവിടെ വന്നിരിക്കുന്നത് ഉടമന നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മേഖലകളെ തൊടുവാൻ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, നിങ്ങളെ ആമേ നടത്തുന്ന ഒരുവൻ ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി വരിക. ആമേ നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വരിക. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുത്താട്ടെ. ദൈവശക്തി ചിലർക്ക് വ്യാപരിക്കട്ടെ. വിശ്വാസത്തോടെ ഇന്ന് രാത്രി ആയിരിക്കാം. ചിലയിടത്തേക്ക് യേശു ഇറങ്ങുകയാ. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ചിലയിടത്തേക്ക് യേശു ഇറങ്ങും.
കടൽക്കരയിൽ അവൻ ഇറങ്ങിയെങ്കിൽ എന്റെ യേശുവിനറിയാം അവിടെ ഒരുത്തൻ കിടപ്പുണ്ടെന്ന്. എന്റെ യേശു നിയോഗമില്ലാതെ ഒരിടത്തും പോയിട്ടില്ല. യേശു എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ ചില ദൈവ പ്രവൃത്തിയുടെ ചലനങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കയ്യെ ബന്ധിച്ച ബന്ധനങ്ങൾ, ശരീരത്തെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, ചില രോഗാത്മാവ് ചിലതിനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന, ചില കുടുംബങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന വൈഡമനിയ, കൈകൾ ചലിപ്പിക്കാൻ കഴിയത്തില്ല, കാലുകൾ ചലിപ്പിക്കാൻ കഴിയത്തില്ല, ശരീരം മുഴുവനും ബന്ധിക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ചില മേഖലകളെ ആത്മാവിന്ന് രാത്രി സ്പർശിക്കാൻ പോകുക. യേശു ഇന്നത്തെ മീറ്റിംഗിൽ വന്നത് വെറുതെയല്ല, ചില ചങ്ങലകളെ അഴിച്ചു മാറ്റും. ആമേൻ. എല്ലാരോടുള്ള ദൂതല്ല, ഇതിനകത്ത് ചിലരോടുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാ. ആമേൻ, സ്തോത്രം. ഈ വാക്യം എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് പറഞ്ഞു, മനസ്സ് തകർന്നിരിക്കുന്നത്, നുറുങ്ങിയിരിക്കുന്നത് ഞാൻ ഇന്ന് രാത്രി സ്പർശിക്കുന്ന രാത്രിയാണെന്ന് ആത്മാവിനോട് സംസാരിക്കാനിടയാ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നിങ്ങൾ ആയിരിക്കെ കർത്താവ് പറയുന്ന ഒരു കയറ് കൊണ്ട് കെട്ടുന്നത് പോലെ ചില വിഷയങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന ചില ശത്രുവിന്റെ നുഖങ്ങൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. ഊരകസരാധന അതിരഘടകരകസറ്റുന വർഷങ്ങൾ കൊണ്ട് ആമേ ചില ചുമട് ചുമക്കുവല്ലേ, വർഷങ്ങൾ കൊണ്ട് മുതുകത്ത് ഭാരമിരിക്കുകയല്ലേ, വർഷങ്ങൾ കൊണ്ട് കുനിഞ്ഞിരിക്കുകയല്ലേ, വർഷങ്ങൾ കൊണ്ട് ചില വിഷയത്തിന്റെ കുറ്റി ഊരാൻ കഴിയാതെ അത് തറഞ്ഞു കിടക്കുകയല്ലേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ വാഗ്ദത്തങ്ങൾ ശേഷിച്ചിരിക്കവേ പിശാച് പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന മേഖലകൾക്കകത്ത് ആത്മാവിലൊന്ന് യുദ്ധം ചെയ്യുവാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാകുന്നു? ശൂരമാന ബൗഡമനിയ അക്സസി മൈറ്റമനിയ അൽക്കമന ബൗഡമനിയ അക്സസി വൈഡമനിയ. ആമേ, നമുക്കറിയാം രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ ആമേ സ്തോത്രം മിസൈലുകൾ പോകുന്നത് പോലെ ഇന്ന് രാത്രി ആമേൻ ആത്മമണ്ഡലങ്ങളിൽ കയറി നിന്ന് ആത്മാവിൽ പോരാടി ചിലത് അയക്കാൻ തയ്യാറാക്കുക, ചിലത് അധികാരത്തോടെ പറയാൻ തയ്യാറാക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറാക്കുക. ഇന്ന് രാത്രി കത്രിദാസൻ പറഞ്ഞത് പോലെ ആമേൻ, നാം ഉറങ്ങേണ്ടവരല്ല. ഉറങ്ങിപ്പോയാൽ ശത്രു പലതും കൊണ്ടുപോകും. ഇന്ന് രാത്രി ഇതിനകത്ത് ഉറങ്ങാനല്ല യാമേ ഇന്നത്തെ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത്. ആത്മാവിൽ ചിലത് ഏറ്റെടുത്തുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട മേഖലകൾ, ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ഭാഗങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകുക. വലിയൊരു ദൈവപ്രവൃത്തി നമ്മളെ നോക്കിയിരിക്കുക. ഇവിടെ ഈ ഭൂതഗ്രസ്തനെ ആർക്കും അടക്കാൻ കഴിയാതെ ആമേ ഭൂതഗ്രസ്തൻ കല്ലറകളിൽ പാർക്കുമ്പോൾ യേശു അവിടേക്ക് ചെല്ലുക. യേശുവിനെ എതിരേറ്റുകൊണ്ട് അവൻ ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുക. അവനെ അടക്കി വെച്ചിരിക്കുന്ന പൈശാചിക മേഖലകളോട് യേശു കൽപ്പിച്ചപ്പോൾ അത് പോകേണ്ടടുത്ത് പോയി. അവൻ ആമേ സുബോധം വന്നവനായി വസ്ത്രം ധരിച്ച് മാന്യനായി ആമേൻ അവൻ പുറത്തു വരുവാനിടയായി. ഇന്ന് രാത്രി എന്റെ യേശു വന്നിട്ട് വെറുതെ പോകത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ മെസ്സേജ് ഒരിക്കലും ഞാൻ തയ്യാറാക്കിയതല്ല. ഇവിടെ ഇരുന്ന് 5 മിനിറ്റിനകത്ത് ആത്മാവ് എന്നോട് ഇടപെട്ട വചനമായത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ദൂത് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ അടക്കി വെച്ചിരിക്കുന്ന ലഗ്യോനിയ ശക്തികൾ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ഇന്ന് രാത്രികാലം വിട പറഞ്ഞ് ചിലതിന്റെ മേൽ സുബോധത്തിന്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി എത്ര പേർ ഏറ്റെടുക്കുന്നു? ഉടമന ബൗഡമനിയ അതരഘടക രഹസ്യ അക്സസി മൈറ്റമനിയ ചിലതിനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന, ചിലതിന്റെ ബോധത്തെ കെടുത്തി വെച്ചിരിക്കുന്ന, മാനസിക നിലപാടുകളെ തെറ്റിച്ചു വെച്ചിരിക്കുന്ന, ചില തലമുറകളെ അടക്കി വെച്ചിരിക്കുന്ന, ചില കുടുംബത്തിലെ ഭർത്താക്കന്മാരെ ഒതുക്കി വെച്ചിരിക്കുന്ന ആമേ സ്തോത്രം, ചില ശുശ്രൂഷകളെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി യേശുവിന്റെ വാക്ക് അതിശക്തമായി കടന്നു ചെല്ലുകയാ.
എന്റെ കർത്താവ് വന്നത് നഷ്ടങ്ങളെ നോക്കി വെറുതെ ഇരിക്കാൻ യേശു വന്നിട്ടില്ല. യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് യേശുവിനെ സ്വീകരിക്കേണ്ടവണ്ണം സ്വീകരിച്ച് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് യേശുവിന് ആദരവോടെ ഓരോ ദിവസവും നീ വഹിച്ചുകൊണ്ട് നടന്നാൽ യേശു നഷ്ടത്തിന്റെ മേൽ കയറി വന്നിട്ട് ചില മറുപടികൾ ഈ ദിവസങ്ങളിൽ തരാൻ അവൻ വിശ്വസ്തനാ. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഒരു നഷ്ടം വന്നാൽ, ഒരു പരാജയം വന്നാൽ അവിടം കൊണ്ട് കിടക്കുകയല്ല, അവിടെ യുദ്ധം ചെയ്യുവാൻ ഒരു ദൈവ പൈതൽ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാ. ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി എഴുന്നേൽക്കേണ്ടത് ആവശ്യമാ. പ്രാർത്ഥന നഷ്ടപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ മടങ്ങി വരുവാൻ ആത്മാവ് പറയുന്നു. ആരാധന നഷ്ടപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ആരാധനയിൽ കയറി വരുവാൻ ആത്മാവ് പറയുന്നു. എവിടൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടോ, ചിലർ ഇന്നത് പറഞ്ഞത് നിമിത്തം ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് തീരുമാനിച്ചതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, മടങ്ങി വന്നാൽ ആലീസ് രാജു ഡിവൈസിൽ ഇരിക്കുന്ന ആന്റിയോട് പറയുന്നു, ആന്റി ഏൽപ്പിച്ചു കൊടുക്ക, ദൈവത്തിന്റെ പ്രവൃത്തി ആന്റിയുടെ ജീവിതത്തിൽ കാണും. ഈ ദിവസങ്ങളിൽ തകർക്കുമെന്ന് ശത്രു വാദിക്കുമ്പോൾ അതിനകത്തിറങ്ങി വന്ന് ചില അത്ഭുതങ്ങൾ ആന്റിയുടെ ജീവിതത്തിൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. ശത്രു കൊയ്തുകൊണ്ട് പോയതെല്ലാം മടക്കി തരുന്ന ഒരുവനാണ് ഈ ദിവസം വിളിച്ചതെന്ന് ഓർത്തുകൊണ്ട് ഈ ദിവസം പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടോ. ചില ദൈവ പ്രവൃത്തി ജീവിതത്തിന്റെ മേൽ കാണുമെന്ന് ആത്മാവാന്റിയോട് ദൂത് കൈമാറുക. ഉണരുക, നീ എന്റെ ബലം ധരിച്ചു കൊള്ളുക. ശരീരത്തോട് വാദിച്ച് മുന്നോട്ട് വിടത്തില്ലെന്ന് പിശാച് നിന്നെ നോക്കി പലപ്പോഴും വെല്ലുവിളിച്ച അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഉടബലവ ശാന്തലഘടകരഹസ്യ അതിരഘടകരഹസ്യ അക്സനെ വൈഡമനിയ രക്കിമി തോലിയ അന്തൽഘടകരഹസ്യ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ നീ ശക്തിപ്പെട്ടാൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറുന്നത് പോലെ ചിലത് നിന്റെ മുൻപിൽ ചിതറി മാറും. ചില വാഗ്ദത്തങ്ങൾ ഞാൻ നിന്റെ കുടുംബത്തിനകത്ത് തലമുറ കൈമാറുന്ന പോലെ ചില ദൈവ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ആത്മാവിന്റെ ദാസിയോട് ഇന്ന് രാത്രി ദൂതറിയിക്കുക. പ്രിയ ദൈവമക്കളെ, ഇവിടെ സ്തോത്രം, ഈ ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി മുന്നോട്ട് പോകുമ്പോഴാ പള്ളി പ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് സ്തോത്രം ഒരുത്തൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് പറയാ, എന്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുന്നു. യേശുവിനോട് പറയുമ്പോൾ യേശു മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാ രക്തസ്രവമുള്ള സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നത്. സ്തോത്രം. ഈ സംഭവമെല്ലാം കഴിയുമ്പോൾ യേശു പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സ്തോത്രം, അവിടെ നിന്ന് ആള് വന്ന് പറയുകയാണ്, അവൾ മരിച്ചു പോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. സ്തോത്രം. മരണത്തിന്റെ ജീവന്റെ അധികാരിയോട് പറയുക, ഇനി അസഹ്യപ്പെടുത്തണ്ട, അവൾ മരിച്ചുപോയി. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, വിളിച്ച ദൈവം ആരാണെന്ന് നാം ഒന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുക, ചില വാർത്തകൾ, ചില വാക്കുകൾ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന പോലെ ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ ക്ഷീണിക്കരുത്. ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുക, സാധ്യതകളെ നോക്കി ദൈവം ഒരിക്കലും ദൂത് പറയത്തില്ല. സാധ്യതകൾ ഇല്ലാത്തടുത്ത് ദൈവം ചില ആലോചനകൾ നമ്മളെ അറിയിക്കുമ്പോൾ ആ ദൂത് ഏറ്റെടുത്ത് അതിനകത്ത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ചില ദൈവിക പ്രവൃത്തിയുടെ ചലനങ്ങൾ നമ്മുടെ മീറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. സ്തോത്രം. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഈ കുഞ്ഞുമകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഈ വാക്ക് യേശു കാര്യമാക്കി. സ്തോത്രം. ഈ വാക്ക് മരിച്ചുപോയി, ഇനി അസഹ്യപ്പെടുത്തേ വേണ്ട. നമ്മൾ പറയത്തില്ലേ, ഇനിയിപ്പൊ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു, ഇനി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ, ആ വിഷയം മാറ്റിവെച്ചേരെ എന്ന് പറഞ്ഞവർ ഇതിനകത്തുണ്ട്. സ്തോത്രം. മാറ്റിവെച്ച ലിസ്റ്റുകൾ ഉണ്ടെന്ന് ആത്മാവ് കാണിക്കുന്നു. ഇനിയിപ്പൊ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല,
ഇനി ആ വിഷയം എടുക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ ചിലരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, ആ വാക്കും ആ കാര്യങ്ങളൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട. യേശു തിരിഞ്ഞു നിന്ന് അവരോട് പറയാണ്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്. കാരണം യേശുവിന്റെ ദൃഷ്ടിയിൽ കുട്ടി ഉറങ്ങുകയ, മരിച്ചിട്ടില്ല. ആമേ, മാനുഷിക ദൃഷ്ടിയിൽ കുട്ടി മരിച്ചുപോയി. ആമേ, സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂത് ആഴമായൊരു ദൂതാണ്. മാനുഷിക നിലയിൽ മരിച്ചുപോയി. ആമേ, സംഭവം കഴിഞ്ഞു, ഇനി അവിടോട്ട് നോക്കിയേ വേണ്ട. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതിന്റെ മേൽ ആരംഭം കുറിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഡേറ്റ് കഴിഞ്ഞെങ്കിലും, ആമേ, സ്തോത്രം, ചിലത് ക്ലോസ് ആയെന്ന്, ആമേൻ, അടച്ചു വെച്ചെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ചില റിസൾട്ടുകൾ ഓപ്പൺ ആക്കാൻ കഴിവുള്ളവനാ ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവമെന്ന്. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരെ നോക്കി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ഊരമനവ് ശാന്തര അജിത വർഗീസ് ഡിവൈസിലിരിക്കുന്ന സിസ്റ്ററോട് പറയുന്നു, മകളെ, ഉടവല വൗച്ചസിയ, ആമേൻ, ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒന്നും അവസാനിച്ചിട്ടില്ല. ആമേ, സ്തോത്രം. ഉടമന ജീവിതത്തിന്റെ മേൽ എല്ലാം അസ്തമിച്ചെന്ന് തോന്നുമ്പോഴും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, ചില ദൈവപ്രവൃത്തി നിന്നോട് ഉണ്ടെന്ന് ആത്മാവ് ഇടപെടുകയ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് നിർജീവത്വമെന്ന് തോന്നുന്ന ചില മേഖലകളിൽ എന്റെ ആത്മാവ് നിന്നെ തൊട്ട് നടത്തുന്ന ചില വിഷയങ്ങൾ മുൻപിലുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ കൂടെയുണ്ട്. ഉടമന റിമന, ഭയപ്പെടേണ്ട. ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, നീ ഭയപ്പെടുകയേ വേണ്ട. നിന്നെ കരം പിടിച്ച് നടത്തുന്നവൻ ഇനിയും നടത്താൻ ശക്തനോ. നിന്റെ അകത്തൊരു പ്രാർത്ഥനയുടെ ശക്തി കിടപ്പുണ്ട്. ഉടവലവ ഉടമനിയ അൽക്കമനിയ അറകസ്യ അക്സസി വൈറ്റമനിയ ഉടവരവുടമനിയ. അനേക കന്യകമാർ നിൽക്കുമ്പോൾ എസ്തേറിനെ തെരഞ്ഞെടുത്തതുപോലെ മകളെ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണെന്ന് ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് ദൂത് വിളിച്ചു പറയുക. എന്നാൽ ഒരു കൽപാത്രത്തിലെ വെള്ളം പെട്ടെന്ന് വീഞ്ഞായി മാറിയതുപോലെ ഇതെങ്ങനെ ഈ ക്ഷണത്തിൽ സംഭവിച്ചെന്ന് ചോദിക്കുന്ന ചില മറുപടികൾ നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അസാധ്യം എന്നുള്ളിടത്ത് നീ സാധ്യമാക്കുന്ന യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് നീ വ്യക്തമായി പറയാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുൻപിലെ പ്രതിസന്ധികൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകി അതിനകത്തുകൂടെ നിന്നെ ഞാൻ കയറ്റി നടത്തും. എനിക്ക് നിന്നിൽ ചില പ്രവൃത്തി ചെയ്യാനുണ്ട്. ഈ ദിവസം ഉണർന്നുകൊള്ളുക, ശക്തീകരിക്കുക. ദൈവ മഹത്വത്തിനായി നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അസാധ്യ മേഖലകളിൽ ദൈവം നിന്റെ കൂടെ ഇരുന്ന് കരം പിടിച്ച് നടത്തുമെന്ന് എന്റെ ദാസിയോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആലോചന അറിയിക്കുക. അതുകൊണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്, വിശ്വസിക്കുക മാത്രം ചെയ്, വിശ്വസിക്കുക മാത്രം ചെയ്. എന്നെ കാണിക്കുന്നു ലോങ് എന്ന് കാണിച്ചിട്ട് കർത്താവിനോട് പറയാ, അത് ഷോർട്ട് എന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. ആമേൻ. നീണ്ടു പോയതിനെ ചുരുക്കി തരുന്ന ചില മേഖലകൾ. എനിക്കറിയത്തില്ല എന്ത് വിഷയമാണെന്ന്. ആത്മാവ് പറയുന്നു, ലോങ് എന്ന് കാണിച്ചിട്ട് ഷോർട്ടാക്കി അതിനെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിങ് ജീവിതത്തിനകത്ത് ആത്മാവ് ദിവസങ്ങളിൽ ചെയ്തെടുക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊള്ളുക. പ്രിയതേ മക്കളെ, ഇവിടെ ആമേ സ്തോത്രം, യേശുവിന്റെ ദൃഷ്ടിയിൽ ആ കുട്ടി ഉറങ്ങുകയാ. ഇന്ന് രാത്രി ആമേ സ്തോത്ര സ്തോത്ര സ്തോത്രം. പ്രിയ മേരിക്കുട്ടി ആന്റിയോട് പറയാ, ആന്റി ആമേ സ്തോത്രം, ചിലത് ഉറങ്ങുക, ചിലത് ഉറങ്ങിയ കഴിഞ്ഞു പോയി. ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങളുടെ ഒരു കൂട്ടം ജീവിതത്തിനകത്ത് കിടക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, ചിലത് ഉറങ്ങുകയാ. എന്നാൽ ഉറങ്ങുന്നതിന് ഉണർത്തുന്ന ഒരു അഭിഷേകം ഞാൻ നിന്റെ മേൽ പകർന്നു തന്നിട്ടുണ്ട്. വാടിപ്പോകുന്ന ഒരു ചെടിക്കകത്ത് വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അതിന്റെ ഇലയിലേക്ക് ആ വെള്ളം
വെള്ളം വീഴുമ്പോൾ ആ വാടിയെടുത്ത് നിന്ന് ആ ഇല എങ്ങനെ ആയിത്തീരുമോ അതുപോലെ ജീവിതത്തിന്റെ വാട്ടത്തെ മാറ്റുന്ന ഒരുവൻ നിന്റെ കൂടെ ഇരുന്ന് ഉറവന വൗഡമനിയ നീ പോലും അറിയാതെ ചിലത് നിന്നിൽ പകർന്നു തന്ന് കഴിഞ്ഞ ദിനം വരെയും ഞാൻ നിന്നെ നടത്തിയ വിധങ്ങളുണ്ടെന്ന് ആത്മവ്യക്തമായും ഇടപെടുക. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ ഞാൻ വാടിപ്പോയി, ഞാൻ തളർന്നു പോയി, ഉടമന റികസത്തമന, ഇനി എനിക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാനൊന്ന് നിവർന്ന് നിൽക്കത്തില്ലെന്ന് നീ എന്നോട് പറഞ്ഞ ചില രാത്രികൾ, ചില പകൽ വേളകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ദൂത് പറയുക. മകളെ നിന്റെ അദൃശ്യ മണ്ഡലങ്ങളിൽ ആത്മാവിൽ നീ ഒന്ന് നോക്ക്. നിന്റെ കൂടെ ഒരുവൻ വന്ന് നിപ്പുണ്ട്. ഉടമന നിന്നെ താങ്ങുന്നവൻ, നിന്നെ കൈപിടിച്ച് നടത്തുന്നവൻ. ഉടമന റികബസാന്തര ബൗഡമനിയ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചത്തതിനെ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി നിന്റെ മൺകൂടാരത്തിൽ ആത്മാവ് പകരുകയ. ഉരമന ബൗഡി വിറിയാന്തര ഭൗഷസിയ എക്സസി മൈറ്റമനി ആൽക്കന റെസസിയ ഒക്സിസി വൈറ്റമനി ആന്തര ബൗഡമനിയ ഉടവര ബൗഡമനിയ. ഒരു വലിയ ദർശനം അകത്ത് കിടപ്പുണ്ട്, വലിയൊരു വിളി അകത്ത് കിടപ്പുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് സ്വപ്നം കാണുന്നത് പോലെ. ഒരിക്കൽ പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനം പറഞ്ഞു, ഞാൻ ഇത് സ്വപ്നം കാണുകയാണോ? ഒരു മടങ്ങി വരവ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും സാധ്യമേ അല്ല എന്ന് ഇസ്രായേൽ ജനം പറഞ്ഞ സ്ഥാനത്ത് അവർ പ്രതീക്ഷിക്കാത്ത നിലയിൽ അവർ തിരിച്ചു മടങ്ങി വരുമ്പോൾ അവർ ആ സങ്കീർത്തന ഭാഗത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു, കാരണം യഹോവ ഞങ്ങളിൽ വൻകാര്യം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ആന്റിയോട് പറയാ, സ്വപ്നം കാണുന്നത് പോലെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കർത്താവേ എന്ന് പറയുന്ന ഒരു റിസൾട്ട് ജീവിതത്തിനകത്തുണ്ട്. യേശു വൻ കാര്യമാ ചെയ്യാൻ പോകുന്നത്. യേശു ചെറിയ കാര്യമല്ല ചെയ്യാൻ വരുന്നത്, യേശു വൻ കാര്യം ചെയ്യും. ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കുക, ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കുക. ഉരമന ബൗഡമനിയ തളർത്തിക്കളയുന്ന ചില ദുഷ്ടന്റെ ആധിപത്യങ്ങൾ, ഉടമന ചില വ്യാകുലകൾ, ചില ചിന്തകൾ, ചില ഭയപ്പാടുകൾ, മരണഭീതികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറി ചില വിടുതലിന്റെ ശക്തി തന്റെ ശരീരത്തിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ചലിക്കട്ടെ. ഊറമന ബൗഡമനിയ അതിരഘടക രഹസ്യ അക്സസി വൈറ്റമനി അന്തരഘടക രഗത്തുന റീബൽ പ്രൗഢമനിയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇതിനോടുള്ള ബന്ധത്തിലല്ലെങ്കിലും ആത്മാവ് എന്നോട് ഒരു ദൂത് വിളിച്ചു പറയാ, വിളിയുള്ളവനെ ഒരു ഗുഹയ്ക്കകത്ത് അടച്ചിടാൻ ആർക്കും ഒക്കത്തില്ല. വിളിയുള്ളവനെ ഒരു കാരാഗ്രഹത്തിന് ഒതുക്കാൻ ഒക്കത്തില്ല. വിളിയുള്ളവനെ ഒരു മേഖലയിൽ തളച്ചിടുവാൻ കഴിയത്തില്ലെന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുക. ബിൻസി വർഗീസ്, പരിശുദ്ധാത്മാവ് പറയുന്നു, മകളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ചില മേഖലയ്ക്കകത്ത് നിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. ചില പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് നിന്നെ ഞാൻ പുതിയതായി ചില മേഖലകളിലേക്ക് പണിഞ്ഞു കയറ്റും. ആത്മാവ് പറയുന്നു, ഉറവന വൗഡുമിനിയ അതരഘടകരകസത്തുന, അക്ഷരം കൊന്നെന്ന് പറയുന്നിടത്ത് ആത്മാവ് ജീവിപ്പിക്കും. ഉടമന ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേക തലത്തിലേക്ക് നീ കയറാൻ തയ്യാറാകാം. സ്വപ്നം കാണുന്നത് പോലെ ഒരു യോസഫ് സ്വപ്നക്കാരനായിരുന്നു. പക്ഷെ യോസഫിന്റെ ജീവിതത്തിൽ ആ സ്വപ്നം ആമേൻ നടക്കുവാൻ ചില മേടുകൾ കടന്നതുപോലെ കഴിഞ്ഞ നാളുകളിൽ നീ പോയ ചില തലങ്ങളുണ്ട്, നീ പോയ ചില അനുഭവങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, നിന്ദകളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ നടുവിലൊക്കെയും ആത്മാവ് നിന്റെ കൂടെ ഇരുന്നെങ്കിൽ ഈ യോസഫിനോട് പറഞ്ഞതുപോലെ നിന്നെ ആരാ വിളിച്ചതെന്നും നിന്നെ ആരാ തെരഞ്ഞെടുത്തതെന്നും നിന്റെ കൂടെ ആരാ ഉള്ളതെന്നും സ്തോത്രം വെളിപ്പെടുത്തുന്ന ചില ദിവസങ്ങൾ അതിവിദൂരമല്ലെന്ന് ആത്മാവിന്റെ ദാസിയോട് ദൂതറിയിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൂത ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോ, പ്രാർത്ഥനയെ ശക്തിപ്പെട്ടോ. ഉറമന ബൗഡമനിയ അതിരഘടകരകസത്തുന അൽക്കമന ബൗഡമനിയ. യോസഫിന്റെ വില്ല് ഉറപ്പോടെ നിന്നതുപോലെ എയ്യുവാൻ ഒത്തിരി തീയമ്പുകൾ വരുമ്പോഴും നിന്നെ ഞാൻ ഉറപ്പോടെ നിർത്തുന്ന ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്റെ ദാസിയോട് ആലോചന അറിയിക്കുക. ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ലിസി ജേക്കബ് ഡിവൈസിലായിരിക്കുന്ന ആന്റിയോട് ദൈവാത്മാവ് പറയുന്നു, ആന്റി റസ് മൈ ടീമിനിയ അൽക്ക
അൽക്കമനി ആന്തര ബൗഡമനിയ റെസിസി മൈറ്റമനിയ ഡേറ്റും ആണ്ടും മാസം ഒന്നും ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടെന്ന് കരുതണ്ട. ദൈവത്തിന്റെ മഹത്വത്തിനായി ഈ ദിവസം ഒരുക്കപ്പെട്ട് എഴുന്നേറ്റുകൊള്ളുവാൻ ആത്മാവിന്റെ ദാസിയോട് ദൂതറിയിക്കുക. ഉടമന ബൗഡമനിയ അൽക്കമനി അസ്തന ബൗഡമനിയ യാക്കോബ് അസ്തമിച്ചെന്ന് അവസാനിച്ചെന്ന് തോന്നിയെടുത്ത് ഒരു പെനിയേൽ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ മകളെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു പെനിയേൽ ഉണ്ടെന്ന് ദൈവാത്മാവ് വ്യക്തമായും ഇടപെടുക. അരകവസീക്കമനിയ അൽക്കമനെ ധീര പ്രൗഢമനിയ ദാഹിച്ചിരിക്കുന്നിടത്ത് നീരൊഴുക്ക് പകരുന്നത് പോലെ ആത്മാവിൽ ചിലത് ഞാൻ നിനക്ക് തരുമെന്ന് ദൈവാത്മാവിന്റെ ദാസിയോട് ദൂതറിയിക്കുന്നു. പിന്നെ സമർപ്പിച്ചു കൊടുക്കട്ടെ. മാർത്തെ പോലെ പലതിനെ ചൊല്ലി ഒരിക്കലും വിചാരപ്പെടരുത്, മനം കലങ്കരുത്. മറിയ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിച്ച പലതും അകത്ത് കിടപ്പുണ്ട്. അത് ശത്രു അപഹരിക്കാതെ വേണം. പലപ്പോഴും ആ ദുഷ്ടന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മാവ് പറയുന്നു, നിന്റെ മുൻപിൽ ചില പരാജയങ്ങൾ വിജയത്തിലേക്ക് യഹോവ കൊണ്ടുപോകും. പ്രിയ ദൈവമക്കളെ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. രഫീദീമിൽ അൽ അമാലിയക്കാർ ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിന് വന്നപ്പോൾ അവിടെ മോശ ചെയ്തൊരു കാര്യമുണ്ട്. സ്തോത്രം. മോശ വടിയുമായി കുന്നിന്റെ മുകളിലോട്ട് കയറി നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. യോശുവയും കൂട്ടരും താഴ്വരയിൽ യുദ്ധം ചെയ്തു. സ്തോത്രം. മോശ വടിയും പിടിച്ചുകൊണ്ട് കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അവിടെ കൈ ഉയർന്നു നിന്നാൽ സ്തോത്രം, ഇസ്രായേൽ ജനം ജയിക്കും. കൈ താണാൽ അമാലേക്കർ ജയിക്കും. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥനയുടെ കൈ എവിടെ ഉയർന്നിരിക്കുന്നു അവിടെ തളർന്നു പോകത്തില്ല, പരാജയപ്പെടത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതല്ലേ, നിന്റെ പ്രാർത്ഥനയുടെ കൈ എവിടെ ഉയർന്നിരിക്കുന്നു ഭാരം കൂടി വരും, വേദനകൾ കൂടി വരും. പക്ഷേ ഇന്ന് രാത്രി ആത്മാവ് പറയാ, ആ സമയത്ത് ദൈവം താങ്ങുവാൻ പലതിനെ അരികിലേക്ക് ദൈവം കൊണ്ടുവരും. സ്തോത്രം. നിന്റെ കൈ താണു എന്ന് തോന്നുമ്പോൾ താഴേക്ക് പതിയാതെ വേണം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുവാൻ ഇങ്ങനെ പല കൂട്ടങ്ങൾ ദൈവം ഒരുക്കി, മീറ്റിങ്ങുകൾ ദൈവം ഒരുക്കി. തളർന്നിരിക്കുന്നവനെ താങ്ങുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ആത്മാവ് ചിലരോട് പറയുക, മോശയുടെ കൈ തളർന്നു പോയെന്ന് തോന്നിയപ്പോൾ ഒരു കല്ലെടുത്തു വെച്ചിട്ട് അഹരോന് ഹൂരും അപ്പുറവും ഇപ്പുറവും നിന്ന് കൈ താങ്ങിക്കൊടുത്തു. ആ കൈ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഉയർന്നു ഉറപ്പോടെ നിന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഈ സൂം മീറ്റിങ്ങിനകത്ത് ചില പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം തളർന്നു എന്ന് തോന്നുമ്പോൾ നമ്മളെ താങ്ങുവാനായി ചില പ്രാർത്ഥനയുടെ വൻകരങ്ങൾ നമ്മളെ താങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ചില അമാലേക്കർ തോറ്റുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. പലരും പറയും, എന്റെ കഴിവ് കൊണ്ടാ, എന്റെ ബലം കൊണ്ടാ ഞാൻ നടക്കുന്നതെന്ന്. ഇല്ല, ആത്മാവ് വിളിച്ചു പറയുന്നു, ഉടവനെ എന്നെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പലതും അവിടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ പ്രിയ ദൈവമക്കളെ. സ്തോത്രം. ശത്രുവിന്റെ പാളയത്തിലും ഇന്ന് രാത്രി നാം ജയത്തോടെ നിൽക്കുന്നതെന്ന് ആത്മാവ് വിളിച്ചു പറയുക. ഇവിടെ കൈ താഴേക്ക് പോയാൽ അമാലിക്ക് ശക്തി ജയിക്കും. പക്ഷെ മോശയുടെ കൈ ഉയർന്നു നിന്നു. സ്തോത്രം. താഴ്വരയിൽ അമാലിയക്കർ തോറ്റുപോയി. അമാലിയക്ക ശക്തി എന്ന് പറയുന്നത് ജഡത്തിന്റെ ശക്തിയാ. സ്തോത്രം. ജഡത്തിന്റെ ശക്തിയാ. ജീര ഭസ്കര ബൗഡമനിയ. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് നേരെ ഒരു ജഡീക ശക്തിയോടുകൂടെ ഒരു വ്യക്തി ജഡത്തിന്റെ ആയുധങ്ങളുമായി കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി ഭാരപ്പെടരുത്. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കൈ പ്രാർത്ഥനയിൽ ഉയർന്നിരുന്നാൽ ഈ അമാലിയക്കർ ഒരിക്കലും ജയിക്കത്തില്ല. അതിനെ മുഴുവൻ നിർമൂലമാക്കി കളഞ്ഞ് കർത്താവ് ചില വിഷയങ്ങൾക്ക് സ്വസ്ഥത തരുമെന്ന് അമ്പിളി ഡിവൈസിൽ ഇരിക്കുന്ന പ്രിയ സിസ്റ്ററോട് ദൈവാത്മാവ് ദൂത് പറയുക. ചില അമാലിയക്ക ശക്തി മാറി മാറി വന്ന് പൊരുതി ജഡത്തോട് വാദിച്ച്, ജീവിതത്തോട് വാദിച്ച്, നന്മകളോട് വാദിച്ച് ഉരമനഭൗഷതകൽക്കനാധികന യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, പ്രാർത്ഥനയുടെ കൈ ഉയർന്നിരിക്കട്ടെ.
മരണത്തിന്റെ താഴ്വരകളെ വെട്ടിക്കൊണ്ട് ഉരമനവൗഡമനി ആന്തരവൗഡമനി നന്മകളെ അടക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളെ വെട്ടിമറിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, പ്രാർത്ഥനയുടെ കൈ ഉയർന്നിരുന്നാൽ മകളെ, ആത്മാവ് പറയാ, ഏപ്രിൽ മാസത്തിൽ അമാലിക്ക് ശക്തി നിർമൂലമാക്കും. നിന്റെ ജീവിതത്തിൽ തലമുറകളോട്, നിന്നോട്, കുടുംബത്തോട്, ജഡത്തോട് വാദിച്ച് കാർന്നു നീങ്ങുന്നത് പോലെ ചില പൈശാചിക മേഖലകൾ ഒന്നു മാറി ജീവനെ അപഹരിക്കുവാൻ, നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ പതികിടക്കുന്ന ചില മേഖലകളിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, പിറുപിറുക്കാതെ, എന്തെന്ന് ചോദിക്കാതെ കൈ ഉയർന്നിരിക്കട്ടെ. ഒരു കൈ താങ്ങുമ്പോൾ അടുത്തൊരാൾ അതിനെ താങ്ങിക്കൊടുത്തുകൊണ്ട് തളരാതെ വേണം പ്രാർത്ഥനയിൽ ഒരുമിച്ച് കയറി നിന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, ചിലത് പരാജയപ്പെട്ട് നിർമൂലമാകും. പിന്നെ അതിന്റെ ഓർമ്മ പോലും കാണാതെ വേണം അതിനെ മുഴുവൻ ഇല്ലാതാക്കി യഹോവ നിസിയായി ഒരു കൊടി നിന്റെ ജീവിതത്തിൽ ഉയരുമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായും ഇടപെടുക. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു യാഗപീഠം പണിതു. ആമേൻ. ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ബഥേലുണ്ട്. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഒരു ബഥേലുണ്ട്. ലൂസ് എന്ന പട്ടണത്തിനകത്ത്, അടബല ശൂന്യതയ്ക്കകത്ത് ഉടമൻ ഒരു കല്ലെടുത്ത് കുഴിച്ചിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ യാക്കോബ് വന്ന് അവിടെ ചിലത് പണിയാൻ തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിനക്കൊരു ബഥേലുണ്ട്. ദീപ സറ്റമനിയ, നിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് നീ പ്രാർത്ഥിച്ചു കൊള്ളുക. അത് നിന്റെ ജീവിതത്തിൽ ആമേൻ ഒരു കൊടിയാക്കി ദൈവം തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്റെ ദാസിയോട് ദൂതറിയിക്കുന്നു. ഇന്ന് രാത്രി ചില മുറിവേറ്റിരിക്കുന്ന വിഷയം, നിന്റെ ശരീരത്തിനകത്ത് ശത്രു വിട്ടിരിക്കുന്ന ചില നുഖങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിച്ചു മാറ്റും. ഉറമന ബൗഡമനിയ അതിരതകര അടകര കത്തുരാതകര അറമസിയ, ഉറങ്ങാൻ പോലും കഴിയാതെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന ചില ദണ്ഡനത്തിന്റെ ശക്തികൾ പ്രാർത്ഥിക്കണമെന്നുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാതെ വേണം പ്രാർത്ഥനയെ ഒതുക്കിയിട്ടിരിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആമേൻ അഴിഞ്ഞു മാറി, ചില ബന്ധനങ്ങൾ ഉരുകി മാറി, ശരീരത്തിന്റെ മേൽ ചില വിടുതലുകൾ ഇന്ന് രാത്രി കൽപ്പിക്കുക. ഇന്ന് രാത്രി നീ സമാധാനത്തോടെ കിടക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സ്പർശിക്കുക. നീ ഇതിനകത്ത് കയറിയപ്പോൾ നീ ചിന്തിച്ചു, കർത്താവേ, നീ എന്നെ ഒന്ന് തൊടണം, നിന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ഉറബ സാന്തര വൈഡമനിയ. കർത്താവ് പറയുന്നു, ചില വാക്ക് നീ കാര്യമാക്കരുത്, ചില ആലോചനകൾ നീ കാര്യമാക്കരുത്. നിന്നോട് ദൈവം പറയുന്നതിന് നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാക്കുക. എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുക. പക്ഷെ ആത്മാവ് എന്നോട് പറയുന്നു, ചിലതിന് സ്റ്റെപ്പ് വെക്കുക. ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ നിറവേറുമെന്ന് ആത്മാവ് വ്യക്തമായിട്ടും ഇടപെടുക. പ്രിയ ദൈവമക്കളെ, ഇവിടെ ആമേ സ്തോത്രം, അമാലിക്ക് ശക്തിയെ മുഴുവനായി നിർമൂലമാക്കിയിട്ട് മോശയോട് പറയാ, ഇതൊരു ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെക്കണം. അതിനുശേഷം ആമൻ യുദ്ധം ചെയ്ത് അമാലിക്കനെ തോൽപ്പിച്ചതിന് ശേഷം യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. അത് യഹോവ നിസിയായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാ, ആമേ ഉറങ്ങുന്നെന്ന് പറഞ്ഞ വിഷയത്തിൽ യേശു കടന്നു ചെന്നിട്ട് ആരാവാരത്തെയും കരച്ചിലിനുള്ളവരെയും പുറത്താക്കി. ആമേൻ. എല്ലാ കരച്ചിലും യാഥാർത്ഥ്യമല്ല, എല്ലാ ബഹളവും യാഥാർത്ഥ്യമല്ല. ആമേൻ. ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് കരയുന്നവരെ കർത്താവ് ഒരു സർക്കിളിനകത്ത് കയറ്റി നിർത്തും. ആമേ സ്തോത്രം. ചുമ്മാ ആമേ കൂട്ടക്കരച്ചില് പോലെ ചില വിഷയങ്ങൾക്ക് കരഞ്ഞു കാണിക്കുന്നവർ കർത്താവിന് ആവശ്യമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഞാനൊരു വിഷയം പറഞ്ഞാൽ, നിങ്ങളൊരു വിഷയം പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് എന്റെ വിഷയം എന്ന് പറയുന്ന കരയുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം അവരെ ഒരു സർക്കിളിലേക്ക് കയറ്റാൻ പോകുക. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവ് ചിലയിടത്തേക്ക് മാറ്റുന്ന ദിവസങ്ങളായത്. കർത്താവ് ചിലതിനെ തെരഞ്ഞെടുത്ത്
ചില മേഖലകളിൽ നിന്ന് മാറ്റുന്ന ദിവസങ്ങളാ. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥിച്ചേക്കാം, കഴിഞ്ഞ നാളുകളിൽ നീ ഒത്തിരി വീരപ്രവൃത്തി ചെയ്തേക്കാം. അതൊന്നുമല്ല കർത്താവിന് വിഷയം. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ വേദനയോടെ ചിലതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. ദേശത്തിനു വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ഗ്രാമങ്ങൾക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി, ഉടമൽ ആരുമില്ലാത്തവർക്ക് വേണ്ടി, ഉടമന റിഗമന ബൗഡമനിയ ഒരു വാക്കെങ്കിലും കിട്ടിയാൽ അതെനിക്ക് ആശ്വാസം എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി സമയത്തെ ചെലവിടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, അങ്ങനെയുള്ളവരെ കർത്താവ് ഒരു സർക്കിളിലേക്ക് കയറ്റാൻ പോകുകയാ. സകലത്തെയും കർത്താവ് പുറത്താക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഊടമനവൗടമനിയ നിന്റെ കുടുംബത്തിനകത്തുനിന്ന് നിന്നെ ഒരു സർക്കിളിലേക്ക് ദൈവം വിളിച്ചേക്കുക. നിന്റെ വീട്ടിനകത്ത് ഒത്തിരി പേരുണ്ടാക്കും, പക്ഷേ നിന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ, ഒരു പ്രത്യേക ഗൈഡൻസോടുകൂടെ കർത്താവ് ഒരു സർക്കിളിലേക്ക് കയറ്റുക. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എനിക്ക് എന്റെ കർത്താവിന്റെ കൂടെ ആ സർക്കിളിൽ എനിക്ക് നിൽക്കണം. ശൂരമാന പുറത്ത് ആരവാരവം കേൾക്കാം, പുറത്ത് കൂട്ടക്കരച്ചിൽ കേൾക്കാം, ഇതൊന്നും എന്റെ കർത്താവിന് വിഷയമല്ല. കർത്താവ് പറയുന്നത് സർക്കിളിനകത്ത് എന്റെ യേശുവിനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷകൾക്കായി ഒരുക്കപ്പെടുവാൻ, പ്രാർത്ഥനയ്ക്കായി ഒരുക്കപ്പെടുവാൻ, ആത്മാവിൽ ഒരുക്കപ്പെടുവാൻ എത്ര പേര് തയ്യാറാകുന്നു? അവരെ ഇന്ന് രാത്രി എന്റെ കർത്താവ് ചോദിക്കുകയാ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിനകത്ത് സഹോദരിയുടെ കൈ കണ്ട തട്ടിയതാ, അൺമ്യൂട്ടായി. കയറിയിരിക്കുന്ന ആമേ സ്തോത്രം. ചിലരെ നോക്കിക്കൊണ്ട് കർത്താവ് ഇന്ന് രാത്രി പറയുകയാ, ആമേ സ്തോത്രം, ആ സർക്കിളിലേക്ക് ഒന്ന് കയറാമോ? ആ സർക്കിളിലേക്ക് ഒന്ന് കയറാമോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ദൂത് കേൾക്കാൻ ഇഷ്ടമാ, പക്ഷെ ഇന്ന് കർത്താവിന് ആവശ്യം ഇതല്ല. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ, വിഷയങ്ങൾ ഏറ്റെടുത്ത് ആത്മാർത്ഥതയോടെ നിലവിളിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവിന് ആവശ്യമുണ്ട്. ഒരു സഭയുടെ വളർച്ചയ്ക്ക്, ഒരു കുടുംബത്തിന്റെ അവസ്ഥകൾ മാറാൻ, ഒരു ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഒരു സർക്കിളിനകത്ത് ഒരുമിച്ച് ചേരുന്ന ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, അങ്ങനെയുള്ളവരുമായി യേശു മുറിയിലേക്ക് കയറി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ആ അപ്പനും അമ്മയുമായി ഒരുമിച്ച് ആ മുറിയിലേക്ക് കയറുകയാ. ഒരു വിടുതലിനു വേണ്ടി, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി. ആമെ പുറത്ത് തുറിച്ചു നോക്കുന്ന ജനം നിൽക്കുമ്പോൾ ഉടമൻ അവന്റെ കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, വാക്കുകൾ പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മുൻപിൽ ചില ദൈവപ്രവൃത്തി തെളിയിച്ച് കാണിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഒന്ന് കയറാൻ തയ്യാറുണ്ടോ? ഒന്ന് ഇരിക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി എന്നെ നിങ്ങളെ മേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് എത്രയോ പിന്നിലോട്ടാണ് നാം എന്ന് ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ഒരു ഉണർവിന് വേണ്ടി, ഒന്ന് ജനത്തെ താങ്ങാനായി, ഒരു ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുക്കാനായി, ഉടമനെ വേദനിച്ചിരിക്കുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കാനായി ഞാനും എന്റെ കുടുംബവും എന്റെ മക്കളും എന്നതിൽ ഉപരി താങ്ങാൻ കാമേൻ ആമെ തളർന്നിരിക്കുന്നതിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി സമർപ്പണമുണ്ട്? ദൈവം അവരെ നോക്കിക്കൊണ്ട് പറയാ, ആ സർക്കിൾ കർത്താവിന് ആവശ്യമാണ്. ശൂരമാന ബൗഡമനിയ 12 ശിഷ്യന്മാരുള്ളപ്പോൾ തന്നെ ഒരു സർക്കിൾ എന്റെ കർത്താവിനുണ്ടായിരുന്നു. ആമേ, മലയിലേക്ക് അവർ കയറിപ്പോകുമ്പോൾ ആ ദൈവ തേജസ് പ്രാപിച്ച ഒരു സർക്കിൾ. ആമേ സ്തോത്രം, ആമേ സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിളിച്ചു പറയുക, ഇതിനകത്തേക്ക് നാം തയ്യാറാണോ? ഇന്ന് രാത്രി നമ്മുടെ ദൗത്യത്തെ നാം ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണോ? യേശു അവരുമായി ആ മുറിയിലേക്ക് കയറി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ അരികിലേക്ക് ചെന്നിട്ട് യേശു ആ കുട്ടിയെ വിളിച്ചുണർത്തുകയാണ്. ഇന്ന് രാത്രി ആമേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുള്ളപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് വിളിച്ചു
വിളിച്ചു പറയാ. പ്രാർത്ഥിക്കുന്ന 3 പേര്, ആമേ ദൈവകൃപയുള്ള 3 പേര്, ആമേ സ്തോത്രം, ആമേൻ ഒരു സർക്കിൾ പോലെ കയറി നിന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ദൗത്യമേൽപ്പിച്ച ചില സഹോദരിമാരെ ചിലരെ പരിശുദ്ധാത്മാവ് കാണുക. ഇന്ന് രാത്രി ആ ദൗത്യം ആമേൻ ഒരിക്കലും നിർത്താതെ വേണം. ആമേൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ചില അനുഭവങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരുമെന്ന് ആത്മവ്യക്തമായും ആലോചന അറിയിക്കുക. ചിലരെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു അഭിഷേകത്താൽ നിറയ്ക്കുക. എല്ലാവരോടും ഈ ദൂതില്ല, ആത്മാവിൽ ചിലരോട് സംസാരിക്കുക. ദൂത് ഏറ്റെടുത്തോ. ഉറങ്ങിക്കിടക്കുന്ന ചിലതിനെ ഉണർത്തുവാൻ തക്കവണ്ണം ആമേ ഡേറ്റ് കഴിഞ്ഞത്, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ഡോക്ടേഴ്സ് വിധി എഴുതിയത്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്, ഉറമന ബൗഡമനിയ ഒരു സ്റ്റെപ്പ് എനിക്ക് ഒക്കത്തില്ലെന്ന് പറയുന്നത്, ഇന്ന് രാത്രി ഉണർത്താൻ തയ്യാറാകുവാൻ ഒരു കൂട്ടത്തെ കർത്താവ് ഇതിനകത്ത് കണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആ ദൗത്യത്തിലേക്ക് ഇന്ന് രാത്രി കയറാൻ തയ്യാറാണെങ്കിൽ ഒരു വലിയ വിടുതൽ, ഒരു വലിയ വിടുതൽ ആമേ ചില മേഖലകളിൽ സംഭവിക്കാൻ പോകുകയ. ഊറമാനവശാന്തരാധന അതിരതകൾ കടകരകസിയ അക്സസി വൈറ്റമിനിയ അതിരതകന ഘടകരകസിയ അന്തൽ കടകല വൗഡമനിയ. സമയം കഴിഞ്ഞിട്ടില്ല ചിലരോട് പറയുക, ഡേറ്റ് പോയിട്ടില്ല ചിലരോട് പറയുക. ദൈവാത്മാവ് പറയുന്നു, ഉറങ്ങുന്നതിനെ തട്ടി എഴുന്നേൽപ്പാൻ ഇന്ന് രാത്രി വിശ്വാസത്തോടെ യേശു പറഞ്ഞ വാക്കിന്റെ മുൻപിൽ ആമെ സമർപ്പിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് കയറി ആമെ നിന്റെ വിഷയത്തെ ഒന്ന് വിടർത്തി വെച്ചിട്ട് അതിനകത്ത് പ്രാർത്ഥനയ്ക്ക് ചലിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഉടരവനവൗഡമനിയ ഉറങ്ങുന്നത് ആമേൻ ആമെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്ന് ആമേ സ്തോത്രം. യേശു ആ കുട്ടിയെ അവളുടെ അമ്മയ്ക്ക് ആമേൻ ആ കുട്ടി നടന്നു തുടങ്ങി, അവളെ കുട്ടിയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇന്ന് രാത്രി പ്രതീക്ഷ നഷ്ടപ്പെട്ട് മരിച്ചെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ് ജനവിധി എഴുതി വെച്ച ആമേൻ വിഷയങ്ങളെയാ 5-ാം അധ്യായത്തിൽ യേശുവിന്റെ സ്പർശനത്തിലും യേശുവിന്റെ വാക്കിലും മടങ്ങി എഴുന്നേറ്റ് വന്നത്, ജീവൻ വെച്ച് എഴുന്നേറ്റ് വന്നത്. ആമേ സ്തോത്രം. ആമേൻ 1-ാം ഭാഗത്തിൽ കല്ലറയിൽ നിന്ന് ജീവൻ വെച്ച് പുറത്തു വന്നു. 2-ാം ഭാഗത്തിൽ ആമേ സ്തോത്രം ശരീരത്തിനകത്ത് നിന്ന് ആമേ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ തിരിച്ചു പിടിച്ച് അവൾ കയറി വന്നു. 3-ാമത്തെ ഭാഗത്തിൽ ആമേ മരിച്ചു ജീവൻ നഷ്ടപ്പെട്ടു. ആമേ കണ്ണു തുറക്കത്തില്ല, ചലനമില്ല, പക്ഷെ അതിതാ ചലിച്ചു പുറത്തേക്ക് വരുന്നു. ഇന്ന് രാത്രി 3 ഭാഗങ്ങളിലൂടെ ആത്മാവ് തന്റെ ജനത്തോട് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക. ഊരമനവൗഡമന് വിധിയെ തിരുത്തി എഴുതുന്ന ഒരു ദൈവമുണ്ട്. ആമേ മാനുഷിക വാക്കുകളെ ഒരു കർത്താവുണ്ട്. മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളെ മാറ്റിമറിക്കുന്ന ഒരു കർത്താവുണ്ട്. നിയമങ്ങളെ എടുത്തു കളയുന്ന ഒരു കർത്താവുണ്ട്. എനിക്കും നിങ്ങൾക്കും വിരോധമായുള്ള ഗൂഢ ആലോചനകളെ തകർക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ, ജീവിപ്പിക്കുന്ന ദൈവമാ, നഷ്ടത്തെ മടക്കി തരുന്ന ദൈവമാ. ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു വിശ്വാസം ആമെ വളരട്ടെ, അകത്തൊരു വിശ്വാസം ആമെ പുറത്തേക്ക് ഒഴുകട്ടെ. ഇന്ന് രാത്രി എന്റെ നാവിലൂടെ നിങ്ങളുടെ നാവിലൂടെ വിശ്വാസത്തിന്റെ വാക്കുകൾ ചലിച്ചു തുടങ്ങുന്നെങ്കിൽ അന്തരീക്ഷ മേഖലകൾക്കകത്ത്, നാം ഇരിക്കുന്ന റൂമിനകത്ത്, നാം ഇരിക്കുന്ന ഭവനത്തിനകത്ത് പിശാച് മൂടിക്കെട്ടി വെച്ച് നിന്നെ ഇന്നും വെല്ലുവിളിച്ച് നിന്ന് ഇനി നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ശ്വാസം മുട്ടിക്കുന്ന ചില പൈശാചിക തലങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് എടുത്തു മാറ്റുമെന്ന് തന്റെ ജനത്തോട് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുകയാണ്. ശഖാരാമനിയ അധിരവനവടവ അൽക്കവരധിരവ ഛായിടവനിയ ഉറവരവൗഡവനിയ അന്തരഘടകരകത്തുന. നഷ്ടപ്പെട്ട പ്രാർത്ഥനയുടെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാല ജനത്തിന്റെ മേൽ മടങ്ങി വരട്ടെ. ഊരമാനവൗഡമനിയ നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ. ഊരമന കഴിഞ്ഞ നാളുകളിൽ നീ മുഴങ്കാലിൽ ഇരുന്ന് മറുപടി കണ്ട ചില വ്യക്തികളുണ്ട്, പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു ദൂതല്ല, ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ശക്തിയിലേക്ക് എന്റെ ജനം മടങ്ങി വാ.
ശൂരമാന ബൗഢമനിയ അതിരകടകരകത്തുന അക്സസി വൈറ്റമനിയ പിശാച് അവകാശം പറയുന്നതിന്, പിശാച് കയറി പിടിച്ചു വെച്ചിരിക്കുന്നതിന് മടക്കിയെടുക്കാൻ എനിക്കൊരായുധം വേണമെന്ന് ഇന്ന് രാത്രി ആരൊക്കെ ആഗ്രഹിക്കുന്നു അവരുടെ മേലേക്ക് കർത്താവ് ചിലത് പകരാൻ ആഗ്രഹിക്കുക, ചിലത് പകരാൻ ആഗ്രഹിക്കുക. ഊറമന ബൗഢമനിയ അതിരകടകരകസത്തുര അക്സസി വൈറ്റമനിയ ഉൽക്കാൻ അസിസി മൈറ്റമനിയ അടകരകത്തുര വൈഡമനിയ ഓറം ബസൽ ലൗഡിമിനി എക്സസി വൈറ്റൽ ഖോറിമിനിയ അതിര കടകരകസത്തുര തീര പ്രൗഢമനിയ. ഇന്ന് രാത്രി ആത്മാവിലൊന്ന് ആമേൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മ പറയുന്നു അമാല്യക്ക തോക്കട്ട്, ജഡത്തിന്റെ ശക്തി പരാജയപ്പെടട്ടെ. ആമേ അടക്കി വാഴുന്ന ചിലത് മാറിപ്പോകട്ടെ. ഉറക്കമിടുന്ന, മയക്കമിടുന്ന, പ്രാർത്ഥിക്കുമ്പോൾ തളർച്ചയിടുന്ന, കൈകാലുകൾക്ക് പെരുപ്പിടുന്ന, അസ്ഥികൾക്ക് വേദനയിടുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി മാറട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുക, ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുക. സിനി എന്ന ഡിവൈസിൽ ഇരിക്കുന്ന അസിസ്റ്ററോട് പരിശുദ്ധാത്മ പറയുന്നു മകളെ ഈ ദിവസങ്ങളിൽ ആമേൻ എന്റെ ആയുധത്തെ നീ ഏറ്റെടുത്തുകൊണ്ട്, ഉടമനെ എന്റെ ആയുധത്തെ നീ ധരിച്ചുകൊണ്ട് നീ ഒരു യുദ്ധക്കളത്തിലേക്ക് നീ ഒന്ന് പുറപ്പെടാൻ തയ്യാറാണെങ്കിൽ ദീപാറവസന്തര താഴ്വരയിൽ കിടക്കുന്ന ആസ്തികളെ ചലിപ്പിക്കുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. മകളെ ഉടമന ബൗഡമനെ ചിതറിക്കിടക്കുക, അവിടെ ഇവിടെയുവാ കിടക്കുന്നേ. ഉടമന ഒരു തരത്തിലും കേറി വരുന്നില്ല. ദീപാറത്തിന് നീ പ്രാർത്ഥിക്കാത്ത വ്യക്തിയല്ല ഉടമന ഭവിഷ്യസ്യ. പക്ഷെ ആത്മാവ് പറയുന്നു ഇന്ന് രാത്രി നീ ഒരു യുദ്ധത്തിന് തയ്യാറാക. ഉടമന നീ ഒന്ന് ആത്മാവിൽ എഴുന്നേക്കാൻ തയ്യാറാക. നിന്റെ പരാജയത്തിനകത്തേക്ക് ഒരുവൻ കരം പിടിച്ച് നടത്താൻ വരികയാ, ഒരുവൻ നിന്നെ സന്ദർശിക്കാൻ വരിക. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു ഉടമനിയ അതിരകടകരകത്തുന റസ്മൈറ്റിമിനിയ ഒതുക്കാമെന്ന് പിശാചിട്ട പ്ലാനുകൾ, ഒതുക്കി കളയാമെന്ന് അവനിട്ടിരിക്കുന്ന തന്ത്രങ്ങൾ ഈ ദിവസം പരാജയപ്പെടാൻ പോകുക. നീ വിശ്വസിച്ചോ? ദൈവാത്മാവ് ഈ ദൂത് സിസ്റ്റർ ദൈവാത്മാ പറയുന്നു ഭയപ്പെടേണ്ട, വിശ്വസിക്ക്. ആമേ താമസമില്ല, ദൈവത്തിന്റെ മറുപടി നിന്റെ മുൻപിൽ. താമസമില്ല, ചില മറുപടി മുൻപിലാണെന്ന് ആത്മാവ് ഇടപെടുന്നു. ഊറമന ബൗഡമനിയ ചില തീരുമാനത്തോടുകൂടെ ഈ ദിവസം പ്രാർത്ഥിച്ചാട്ടെ, ചില തീരുമാനത്തോടുകൂടെ എഴുന്നേറ്റാട്ടെ. ദൈവം ചില അത്ഭുതങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആത്മാവിന്റെ ആമേ ആ സിസ്റ്ററോട് ദൈവാത്മാവ് പറയാ. ജിക്സി ആമേൻ ഏഞ്ചൽ എന്ന ഡിവൈസിൽ ഇരിക്കുന്ന ആമേ സ്തോത്രം ആ മകളോട് ദൈവാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ ഉടമന ബൗഡമനിയ എന്റെ ബലവും എന്റെ ശക്തിയും നീ ഏറ്റെടുക്കട്ടെ. ഉടമന ബൗഡമനിയ അതിരകടകരകത്തുന്ന അക്സസി വൈറ്റമനിയ. മകളെ ഉടമന ഒരു ദർശനം അകത്ത് കിടപ്പുണ്ട്, ഒരു വിളി അകത്ത് കിടപ്പുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ അകത്ത് കിടപ്പുണ്ട്. നിന്നോട് ആത്മാവ് ഇങ്ങനെ പറയുന്നു ഒരു സൈന്യം നിനക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഉടമന ബൗഡമന നിന്നോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയുടെ ബലത്തിൽ നീ പിന്നെയും ആയിരുന്ന ഉടമന ബൗഡമനിയ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞെടുത്ത് നിന്റെ ജയത്തെ നീ കുറിച്ചിട്ട് കൊള്ളുവാൻ ആത്മാവിന്റെ ദാസിയോട് ദൂത് പറയുക. ഉരകന ബൗഡമനിയ പല രാത്രികളിൽ ഉടമന മടുത്തു പോകാതെ കഴിഞ്ഞ നാളിൽ നീ പ്രാർത്ഥിച്ച് വിടുതൽ കണ്ട വ്യക്തിത്വം പിന്നെയും ചില വിഷയങ്ങൾ നീ പ്രാർത്ഥിക്കട്ടെ. ചില ഹൃദയങ്ങളെ ഞാൻ കൂടബല ബൗഡമന റസ്യ സന്ദർശിച്ച് യഥാസ്ഥാനപ്പെടുത്തി ചില മേഖലകളിൽ നീ ആഗ്രഹിക്കുന്ന പോലെ നീ എന്നോട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, വാക്കുകളുണ്ട്. അതുപോലെ ചില മറുപടികൾ ഞാൻ നിനക്ക് തരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്റെ ദാസിയോട് ആലോചന അറിയിക്കുക. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ശാന്തരാധന അതിരതകൾ കടകരകസത്തുന ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചില വാക്ക് കാര്യമാക്കാതെ
ഈ ദൂതേറ്റെടുത്ത് ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചില ചത്തി കിടക്കുന്ന വിഷയങ്ങളെ നോക്കി കർത്താവിന്റെ ഈ വാഗ്ദത്ത വചനത്തെ ഉരുവിട്ടുകൊണ്ട് വിശ്വാസത്തോടെ പറ, എന്റെ വിഷയം മരിച്ചിട്ടില്ല, എന്റെ കുട്ടി മരിച്ചിട്ടില്ല, എന്റെ പ്രശ്നം മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയാ. ഇന്ന് രാത്രി എന്റെ കർത്താവ് അതിനെ പിടിച്ചു ഉണർത്താൻ പോകുന്നു. എന്റെ കൂടെ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ ഈ വിഷയത്തിനകത്ത് എന്റെ യേശു എന്റെ അരികിൽ നിൽപ്പുണ്ട്. സകല വാക്കുകളും സകല വ്യക്തിത്വങ്ങളെയും ഞാൻ അടിച്ചു പുറത്താക്കി ഉടമനെ എന്റെ രഹസ്യത്തിൽ കാണുന്ന എന്റെ പിതാവിനോട് ആമൻ എന്റെ വാതിലുകളെ അടച്ച് ഞാനിതാ എന്റെ ദൈവത്തോട് പറയുകയാ, എന്റെ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. എന്റെ പ്രശ്നം മരിച്ചിട്ടില്ല, അത് ജീവൻ വെക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലരെ ദൈവം തെരഞ്ഞെടുത്ത് ചില മേഖലകളിൽ നിർത്തിയെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ചിലതിനെ ഉണർത്താനാ ഇന്ന് രാത്രി ചില ശുശ്രൂഷകൾ ചിലരുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ദൈവാത്മാവ് താപങ്ങളിനോടായി ദൈവാത്മാവ് ദൂത് പറയാ, എന്റെ ദാസനെ നിന്റെ പ്രാർത്ഥന കിലോമീറ്ററുകൾക്കപ്പുറം ചത്തുകിടക്കുന്നത് ജീവൻ കൊടുക്കും. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ എഴുന്നേൽക്കട്ടെ, ശക്തിപ്പെടട്ടെ, ആത്മാവിൽ ബലപ്പെടട്ടെ. അടമനത്തിലെ മേഖലകൾക്കകത്തേക്ക് കയറ്റത്തില്ലെന്ന് പറഞ്ഞ് പിശാച് നോക്കുന്ന എല്ലാ ആയുധങ്ങളും ഈ ദിവസം ആത്മാവിൽ പോരാടി ജയിക്കാൻ തയ്യാറാണെങ്കിൽ ശത്രുവിട്ട പ്ലാനുകളെ ആത്മാവ് എടുത്തു മാറ്റി ചില ജയത്തിന്റെ കൊടി. അങ്ങനെ തന്നെ ആത്മാവ് പറയുന്നു, യഹോവ നിസി. ആ പണിത യാഗപീഠത്തിന് ഒരു പേരുണ്ട്, യഹോവ നിസി. ചില അമാലിക്യ ശക്തിയെ ദൈവം തുടച്ചു നീക്കിക്കളയും. ദൈവം ചിലതിന് വിരാമമിട്ടുകൊണ്ട് അവിടെ ഒരു ജയത്തിന്റെ കൊടി ഉയർത്തുമെന്ന് എന്റെ ദാസനോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. പ്രിയ ദൈവമക്കളെ, നമ്മളെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക. ഇന്ന് രാത്രി നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി പറ, ഉറങ്ങുന്ന എന്റെ വിഷയം എഴുന്നേൽക്കാൻ പോകുന്നു, ഉറങ്ങുന്ന എന്റെ പ്രാർത്ഥന ഉണരാൻ പോകുന്നു, ഉറങ്ങിപ്പോയ എന്റെ ആത്മീയ തലങ്ങൾ ഇന്ന് രാത്രി ഉണരാൻ പോകുന്നു. ചില വാക്ക് കേട്ടപ്പോൾ ഉറങ്ങിപ്പോയി, ചില വാക്ക് കേട്ടപ്പോൾ പ്രാർത്ഥനയിൽ ആമെ തകർന്നു പോയി, ചില വാക്ക് കേട്ടപ്പോൾ ആത്മീയത്തിൽ നിന്ന് പുറകെ പോയി, ചിലരുടെ വിഷയങ്ങൾ കേട്ടപ്പോൾ അവിടെ നിന്ന് ഉരുകി പോകുന്നത് പോലെ നാം ആയിപ്പോയി. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, അതിനൊരു ജീവൻ തരുന്നവൻ ഇന്ന് രാത്രി ചിലരുടെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാ, എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, കിടക്കുന്നിടത്ത് നിന്ന് നീ എഴുന്നേൽക്ക്, പ്രശ്നത്തിന്റെ അകത്തു നിന്ന് നീ എഴുന്നേൽക്ക്, നിന്റെ വാക്കുകൾ ജീവൻ ചലിക്കുന്നതാകട്ടെ. ആമേ സ്തോത്രം. ദൈവകരങ്ങളിൽ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ചില ആലോചനകൾ, ചില വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രി തട്ടി എഴുന്നേൽപ്പിക്കണം, പ്രാർത്ഥനയിൽ ബലപ്പെടുത്തണം, ചില വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിച്ചുണർത്തിക്കൊണ്ട് കർത്താവേ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ ദൈവിക ശബ്ദം അവരുടെ ജീവിതത്തിൽ, അവരുടെ വിഷയത്തിൽ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുന്നതിനായി സ്തോത്രം. ദൈവകരത്തിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ആമേ സാബുവിനോട്, ആന്റിയോടും പാസ്റ്ററോടും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ദൈവസന്നിധി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി കർത്താവിന്റെ വചനവും ദൈവത്തിന്റെ ആലോചനകളും നമുക്ക് കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കണം, ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ദൈവം ഭാഗ്യം അവർ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. ആമേൻ. ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്ന വിഷയങ്ങളിൽ കർത്താവ് ഉണർത്താൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. കല്ലറയ്ക്കകത്ത് കിടന്നാലും ആമേൻ, ശരീരത്തിനകത്തായാലും സഭയ്ക്കകത്തായാലും എവിടെയായാലും വിദൂരതയിലായാലും സമീപത്തായാലും കർത്താവിന് ഉണർത്താൻ കഴിയും, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. മരിച്ച വിഷയമായാലും ആത്മീയ ഉറക്കമായാലും അക്ഷരീയ ഉറക്കമായാലും രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരത്ഭുതം ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യും. വിശ്വാസത്തോട് നമുക്ക് പോകാം. ഭൂതശക്തികളുടെ മേൽ, മരണശക്തികളുടെ മേൽ,
ആമേ സ്തോത്രം, രോഗശക്തികളുടെ മേൽ, പ്രകൃതി ശക്തികളുടെ മേൽ, ആമേ മാനുഷിക ശക്തികളുടെ മേൽ, ജഡത്തിന് ശക്തിയുടെ മേലെല്ലാം ദൈവത്തിന് അധികാരമുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസന്മാര് ആരെങ്കിലും ദൈവദാസന്മാർ ഒരാൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ എനിക്ക് 4 പേരെ കാണാൻ പറ്റുന്നുള്ളൂ ഇൻഡിവിജ്വൽ. സ്തോത്രം, 6 പേരെ. ഒരാൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും കർത്താവിന്റെ പാദപീഠത്തോട് അടുത്തു വന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവോടൊന്ന് നൽകിയ നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോട് അവിടുത്തെ നാമത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന്റെ വചനത്തിൽ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവോടൊന്ന് സഹായിച്ചതായ ദൈവത്തിന്റെ മഹാകരുണയെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ നാമത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്. രാത്രിയിൽ ഐശ്വര്യമായ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതത്തിന്റെ വിടുതലിന്റെ കരോടെ നീട്ടുമാറാകണം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോടൊന്ന് വെളിപ്പെടുത്തുമാറാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് കർത്താവെ മുന്നേറുവാനുള്ളതായ ദൈവത്തിന്റെ കൃപ അവിടുന്ന് പകരുമാറാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദത്തിന് മുന്നിൽ അടിയങ്ങളെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ അവിടെ നിന്ന് നിലനിർത്തിക്കൊള്ളുമാറാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സുമിറ്റിൽ സംബന്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപകളും പരിശുദ്ധാത്മാവിന്റെ സംബന്ധം കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ, ആമേൻ. രാത്രിയിൽ ജയം നന്നാൻ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ, ആമേൻ.